ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും ഇറങ്ങുന്നു. അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ തിരിച്ച് ഹോട്ടലിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോണത് ഓട്ടോയിലല്ല, കാറിൽ തന്നെ പോകേണ്ടി വരും. കാര്യം 23 കിലോമീറ്റേഴ്സ് ആ ഭാഗത്തേക്ക് പോകണം. കൊച്ചിൻ ഹൈവേ കാമാത്തൂർ ആണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു കറക്റ്റ് സ്ഥലം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അവിടെ ഒരു മെസ്സുണ്ട്, അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. പക്ഷേ നമുക്ക് സമയത്തിന് കിട്ടുമെന്നറിയില്ല. ഇപ്പോൾ ഓൾറെഡി 2:30 ആയി. നമ്മളൊരു 3 മണിക്ക് എത്തും. ലഞ്ചാണ് അവിടെ പ്രധാനം. നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെ കൃഷ്ണനെയും കൂടെ കൊണ്ടുപോകാൻ ഓട്ടോ ഇവിടെ പാർക്ക് ചെയ്തിട്ട് വരും. കാറിൽ കൂടെ കൊണ്ടുപോകും. അവിടെ പോയിട്ട് ബാക്കി വിശേഷം. എത്തിക്കഴിഞ്ഞ് കനക മെസ്, നാഗമലൈ, പുതുക്കോട്ടൈ. പിന്നെ ഇത് കൊച്ചി ഹൈവേ ആണ് കേട്ടോ, കൊച്ചിക്ക് പോണ ഹൈവേ ആണ്. നാഗമലൈ പുതുക്കോട്ടൈ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മധുര തന്നെയാണ്. ഒരു 23 കിലോമീറ്റേഴ്സ് നമ്മളെ മെയിൻ സിറ്റിയിൽ നിന്ന്. ഇവിടുത്തെ തിരക്ക് കുറഞ്ഞിരിക്കുന്ന സമയം 3 മണിയായി. ഇവിടെ ബിരിയാണി കിട്ടും, ചാപ്പാട് അല്ലേ, എന്നെ കിടക്കും. ബോൺലെസ് ബിരിയാണി, നാട്ടുകോഴി, ബോൺലെസ്, കാട, ചിക്കൻ അല്ലേ, നോർമൽ ബിരിയാണി എല്ലാ ടൈപ്പും കിട്ടും. പിന്നെ മീൽസിൽ ഫിഷ്, അതിൽ ഫിഷ് ഉണ്ടോ? കുഴമ്പോ ഫ്രൈ കിട്ടുമോ? നെത്തിലിയാ? മറ്റേ വജ്രമില്ല, തീർന്നോ? ഫിനിഷായി. വജ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെമ്മീനാണ്. വജ്രം വൺ ഡിമാൻഡ്, അത് തീർന്നു. ഉച്ചയുടെ സമയം കഴിഞ്ഞാൽ ഞാൻ വരുന്നത് 3 മണിയായി. നെത്തിലി മീൻസ് നെത്തോലിയാ? കൊഞ്ചം ചിന്ന മീൻ പീസ് പീസാ? നമ്മുടെ നെത്തോലി അല്ലായിരുന്നു. 10 പീസാ? ഓക്കെ ഓക്കെ. ഒരു ബിരിയാണിയും ഒരു മീൽസും. നോൺ വെജ് മീൽസിൽ എന്നെ കാണും? മീൻ കുളമ്പ്. ഓക്കെ. അപ്പോൾ നാട്ടുകോഴി അല്ല, എനിക്ക് ഫിഷ് കറി മീൽസ് മതി. ഫിഷ് അല്ല, കുളമ്പ്. ഓക്കെ, ഫ്രൈ. കുടൽ വേണ്ട, കുളമ്പ്. ഓക്കെ, ഒരു മീൽസും ഒരു ബിരിയാണി. ഓക്കെ, നാട്ടുകോഴി വേണ്ട, നോർമൽ കോഴി ബിരിയാണി. ചിക്കൻ ബോൺലെസ് ബിരിയാണി, ഒരു ബോൺലെസ് ബിരിയാണിയും. ഇതെല്ലാം കൂടി എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത്. ബോൺലെസ് ബിരിയാണി പ്ലസ് ഒരു സാപ്പാടിൽ എല്ലാം കൂടി വരുന്ന സാപ്പാട്. ചിക്കനും മീൻ കുളമ്പും ഒക്കെ കാണുമെന്ന് പറയും. ഇവിടെ വജ്രം മീൻ രക്ഷയില്ല, എല്ലാം കഴിയും. 12 o'clock ടു എത്ര ടൈം? ഈവനിങ് എന്നാ കിടക്കും? ഓ, സിലോൺ പൊറോട്ട. പിന്നെ ഓ, വാഴയില. ഓ, ലീഫ് പൊറോട്ട. ആ, പ്ലസ് വാഴയില, പിന്നെ സിലോൺ പൊറോട്ടയൊക്കെ കിട്ടും. ഓക്കെ. ഓ, അങ്ങനെയല്ലാണ്. ഇവിടെ ഉച്ചയ്ക്ക് നൂൽ പൊറോട്ട എല്ലാം കിടക്കും അല്ലേ? ഓക്കെ. ഇവരുടെ നിങ്ങളുടെ ഫസ്റ്റ് ഷോപ്പ് എங்கே? 25 കിലോമീറ്റേഴ്സ്. 10 കിലോമീറ്റേഴ്സ് ഇവിടേക്ക്. കർമാത്തൂല? ഓ, പഴയ ടെൻറ്റ്, ചെറിയൊരു കുടിൽ പോലത്തെ ഷോപ്പാണ് ആദ്യത്തത്. കർമാത്തൂൽ ഗ്രാമം, ഒരു വില്ലേജിലാണ്. അതിപ്പോഴും ഉണ്ടല്ലേ ആ വില്ലേജ്? ആഹാ. ഓ, 9 മണി തൊട്ട് 5 മണി വരെ ഉള്ളൂ. കർമാത്തൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ ആദ്യത്തെ ഇതിവിടെ സ്റ്റാർട്ട് ചെയ്ത്. കർമാത്തൂൽ കനകമെസ്, അവിടെയും കനകമെസ് തന്നെ. അവിടെ കനകമെസ് കർമാത്തൂൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നിന്ന് 10 കിലോമീറ്റർ. അത് ഭയങ്കര ചെറിയ കടയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് പിക്കപ്പാണ്. അപ്പോൾ അവർ സിറ്റിയിൽ തുടങ്ങിയതാണ് ഇത്. 3 months ആയിട്ട്. മാച്ച് കുറച്ച് പോഷായിട്ട് ബിരിയാണിയുടെ കോമ്പിനേഷൻ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വാഴയിലാണ്. അപ്പോൾ ആ ഒരു വൃത്തി നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. കാര്യം ഇത് ഡിസ്പോസിബിൾ ആണല്ലോ. അപ്പോൾ വാഴയിലയിൽ തന്നെയാണ് അതിന് കഴുകാൻ കൊടുത്തത്. ഇനി അതല്ല പ്ലേറ്റിലാണ് വരുന്നതെങ്കിൽ ആ പ്ലേറ്റിൻ്റെ മേളിൽ
ഇലയിട്ട് വയ്ക്കും. അങ്ങനെ ചെയ്യുള്ളൂ. അവർക്കും എളുപ്പം, നമുക്കും നീറ്റായിട്ട് കഴിയും. ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ബിരിയാണി, കുറച്ച് ഒരു പ്ലേറ്റ് പറയണം, അതിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് മീൽസും കഴിക്കാം. നമ്മൾ കുറേ പോയതെല്ലാം വളരെ പഴക്കം ചെന്ന ഷോപ്സ്, ചെറിയ ചെറിയ കടകളൊക്കെ തന്നെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പോഷ് കടയല്ല, പക്ഷേ പോഷ് കടയാണെങ്കിലും നല്ല കടയാണെങ്കിലും പോവാം, ഒരു കുഴപ്പമില്ല, നമ്മുടെ പേരുള്ള കടയാണ്. ഇതാണെങ്കിൽ ഇത് ഇവരുടെ ന്യൂ ഔട്ട്ലെറ്റാണ്, പക്ഷേ ഇവരുടെ പഴയ കട ഗ്രാമത്തിലുണ്ട്. അവിടെ പോകാണ്ട് നമുക്കിപ്പോൾ എളുപ്പത്തിൽ ഇവിടെ സാധിച്ചു. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബിരിയാണിയാണിത്. അപ്പോൾ ദിണ്ടിഗൽ, തലപ്പാക്കട്ടി ആണെങ്കിലും അങ്ങനെ ആ ഒരു എല്ലാം ഇങ്ങനെ ഒന്നിച്ചിട്ട് വേവിക്കുന്ന ഒരു സ്റ്റൈൽ. നമ്മുടെ അവിടുത്തെ പോലത്തെ ദം ബിരിയാണിയല്ല, വ്യത്യാസം. ഓൾമോസ്റ്റ് സെയിം ആണ് എല്ലാ കടയും, പക്ഷേ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അതാണ് വ്യത്യാസം. ബോൺലെസ് ബിരിയാണി. ഇപ്പോൾ ചിക്കൻ ഇത് ഫ്രൈ ചെയ്തതാ ഇതിനകത്ത്. ഓ, ഇതാണ് ബോൺലെസ് ചിക്കൻ. 65 പോലെ കാണും അതിനകത്ത്, അല്ലേ? ബിരിയാണിയുടെ കൂടെ 65 മിക്സ് ചെയ്ത് തരുന്നതാണ് ബോൺലെസ് ബിരിയാണി എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, യെസ്. പക്ഷേ കൊള്ളായോ സംഭവം, എല്ലില്ലാണ്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ ഒരു സാലനുണ്ട്. ബിരിയാണി വിത്ത് ചിക്കൻ 65 കഴിക്കുന്ന പോലെ നല്ല ബിരിയാണി കേട്ടോ. റൈസ്, ചിക്കനാണെങ്കിലും നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച. താങ്ക് യു. അച്ചാർ ഞാൻ ഊർക്കി വേണം. ബിരിയാണി ഈസ് വെരി ഗുഡ്. ഈ ബിരിയാണിയാണ് കൂടുതൽ എനിക്കിഷ്ടമായത്. നല്ല ചോറ്, ജീരക സാമ്പാർ റൈസ് പാകത്തിന് വെന്ത്, നല്ല ചിക്കൻ്റെയൊക്കെ സ്റ്റോക്കിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വൽ ബിരിയാണിക്കകത്ത് ചിക്കനൊക്കെ ഇട്ട് അവർ വേവിച്ചെടുത്തിട്ട് അതിൽ നിന്ന് റൈസ് പാർട്ട് മാത്രം എടുത്തിട്ട് അതുപോലെ ബോൺലെസ് ചിക്കൻ 65 മിക്സ് ചെയ്ത് തരാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ കൊള്ളാം. റൈസിന് ആ ബിരിയാണി ടേസ്റ്റും, മറ്റേ ബിരിയാണിയിലും ചിക്കൻ്റെ പീസ് കിട്ടും, ലെഗ് പീസല്ല അത്. പക്ഷേ അങ്ങനെയല്ല ഇരിക്കുന്നത്, ബോണ് വേണം കൂടി. ഇതാകുമ്പോൾ ഫ്രൈഡ് പീസായിട്ട് കഴിക്കാം. ഇനി ഞാൻ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ മീൽസ് ചപ്പാത്തി. ഇത് പൊന്നി റൈസാ, പൊന്നി നല്ല വെള്ളച്ചോറ്, പൊന്നി. ഇതാണ് നാട്ടുകോഴി ചാറ്, അതായത് ഒരു സൂപ്പ് പോലെ ഇരിക്കും, ലെസ് മസാല. ഇത് ചോറിലൊഴിച്ച് കഴിക്കും, ടേസ്റ്റ്. ചാറ് കണ്ടോ, ഇത് കുറച്ച് ചിക്കന് ഇതിനകത്തൊക്കെ വേവിച്ച് കുറച്ച് ലെസ് മസാലയിൽ അതിൻ്റെ ചാറെടുക്കുന്നത്. സൂപ്പ് മാതിരി, പക്ഷേ ഇതിൽ മല്ലി മസാല അതെല്ലാം ചേർന്നിട്ടുണ്ട്, എരിവൊക്കെ ഉണ്ട്. വേറൊരു ടേസ്റ്റ് കേട്ടോ, ജസ്റ്റ് ലൈക്ക് എ സൂപ്പി ടൈപ്പ് ഒഴിക്കാൻ. ജീരകം, നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റുണ്ട്. യെസ്, ഉണ്ണിച്ചോറ് കൃഷ്ണ കഴിക്കുന്ന നോക്കിയാൽ നല്ല നാട്ടുകോഴി ചാറെല്ലാം ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കണം. പുള്ളി പറഞ്ഞ കേട്ടോ, അതായത് കയ്യിലൊക്കെ ഫ്രാക്ചറൊക്കെ ആയാലും നാട്ടുകോഴി ചാറ്, പിന്നെ ജലദോഷം പനിയൊക്കെ വരുമ്പോഴും നാട്ടുകോഴി, നമ്മളൊരു ചിക്കൻ സൂപ്പ് കുടിച്ചാൽ നല്ല കുരുമുളകൊക്കെ ഇട്ട് കഴിക്കുന്നത്, അതുപോലെയാണ്. ഇതൊരു മെഡിസിനൽ സംഭവമാണ്. നമ്മൾ പുള്ളി തീർക്കും കംപ്ലീറ്റ്. ഇത് കറി എന്നാ വയ്ക്കും? കറി വേണ്ടേ? കടയാതാ ആണോ? ഇത് മാത്രമാണോ കോംബോ? കൂട്ടുപൊരിയൽ. ഇത് മീൽസ് പറയുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ്. കൂട്ട് ഇതെങ്ങനെ കഴിക്കുന്നേ? ഇപ്പോൾ രസമൊക്കെ വെച്ച് കഴിക്കും. അടിപൊളി. നാട്ടുകോഴിച്ചാറ്, പിന്നെ മീൻ കുളമ്പ്. അതെന്നാ അതുകൂടി വരുമോ? എല്ലാം എടുക്കുക. ഓക്കെ, ഇതാണ് 120 മീൽസ്. ചോറുണ്ടാകും, ഇത് എല്ലാത്തിൻ്റെയും ഗ്രേവി. മട്ടൺ, ചിക്കൻ, പിന്നെ കുടല്, പിന്നെന്താ ഫിഷ് കുളമ്പ് വന്നു, കാടക്കുളമ്പിൻ്റെ ഗ്രേവി, അങ്ങനെയെല്ലാം. പ്ലസ് ഈ ഒരു നാട്ടുകോഴി ചാറ് ഒഴിച്ച് കഴിക്കാൻ, പിന്നെ ഒരു കൂട്ട്, പിന്നെ ഒരു പൊരിയൽ. അച്ചാറ് ചോദിച്ചാൽ തരും. മട്ടൻ്റെ ഗ്രേവി, മട്ടൺ ഗ്രേവി.
ഫിഷ് കുളം കൊളം എന്നെ ശബ്ദം കൊത്തു പൊറോട്ടയാ അവിടെ കൊത്തു പൊറോട്ട കൊത്തി തന്നു ഈവനിങ് സ്പെഷ്യലാ 3 മണി കഴിഞ്ഞാൽ കൊത്തു പൊറോട്ട സ്പെഷ്യൽ ചിക്കൻ കൊത്ത് മട്ടൻ കൊത്ത് സിലോൺ പൊറോട്ട ഓക്കെ ഒരു സിലോൺ പൊറോട്ട കൂടെ പറയോ ഒരു സിലോൺ പൊറോട്ട കൂടെ കണ്ടിട്ട് ഇതാണ് ഇവിടുത്തെ ഫുഡ് വിശേഷം നല്ല ടേസ്റ്റ് സൂപ്പർ നല്ല അതായത് ടേസ്റ്റി പല സ്ഥലത്തും നമുക്ക് കിട്ടും പക്ഷേ ടേസ്റ്റും കൂടി നന്നാവണമല്ലോ ടേസ്റ്റ് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് ഭയങ്കരമല്ല ഭയങ്കര എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല പറയും ഭയങ്കര ഭീകരതയാണ് പറയുന്നത് അങ്ങനെയല്ല അടിപൊളി നന്നായിട്ടുണ്ട് ഈ നാട്ടുകോഴി ചാറ് കുടിക്കണം എന്നാണ് പറയുന്നത് ഇത് കഴിച്ചിട്ട് ചോറിലൊഴിച്ച് കഴിക്കാം കുടിക്കാം ഒക്കെ ചെയ്യാം അപ്പം ഇതെല്ലാ കടയിലും കിടക്കാതെ അല്ലേ നാട്ടുകോഴി ചാറ് അതിവിടെ ഈ കടയുടെ സ്പെഷ്യൽ കനക മെസ്സിലെ സ്പെഷ്യലാണ് വെറുതെ ഇങ്ങനെ കുടിക്കുകയും ചെയ്യാം ആഹാ നല്ലത് കേട്ടോ അടിപൊളി ഗംഭീരം ഞാനെല്ലാം കുറച്ച് ടേസ്റ്റ് കാര്യം ഇനി എന്തെല്ലാം കഴിക്കാനാണ് ഇനിയിപ്പോൾ സിലോൺ പൊറോട്ട വരുന്നു 1 by 1 അപ്പോൾ ഇതൊന്നും ഞാൻ വെച്ചിലാക്കിയിട്ടില്ല എല്ലാം സ്പൂൺ വെച്ചിട്ടാണ് വിഷാതെ ഓക്കെ ഇനി അടുത്തത് കഴിക്കാം അതായത് സിലോൺ പൊറോട്ട അതിനൊരു സലാഡ് വരുന്നുണ്ട് സിസ്റ്റർ സിലോൺ പൊറോട്ട കമ്മിങ് ഇത് എന്നാ ഫില്ലിങ് ഉള്ള തന്നെ അല്ലല്ലോ ഉള്ള തന്നെ ചിക്കൻ ഓ ഇതാണോ സിലോൺ പൊറോട്ട ഓക്കെ ഓ സ്റ്റഫ്ഡ് പൊറോട്ടയാണ് കേട്ടോ ഓ നമ്മുടെ ആലു പൊറോട്ടയൊക്കെ പോലെ തന്നെ സ്റ്റഫിങ് ചിക്കൻ സ്റ്റഫിങ് അറിയോ അതെ ഇതെങ്ങനെ ഒരാൾ ഒരെണ്ണം കഴിക്കും ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റും മുട്ടയും ചിക്കനും എല്ലാം ഉണ്ട് ഗ്രേവി ചിക്കൻ എല്ലാം കൂടി കഴിക്കണം മനസ്സ് കോംബോ ഗ്രേവിയുടെ ആവശ്യമില്ല ആക്ച്വലി അത്രയ്ക്ക് സ്റ്റഫിങ് ഉണ്ട് അൺലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് കേട്ടോ ഓരോ കടയിലും ചെല്ലുമ്പോൾ ഇവിടുത്തെ സ്പെഷ്യലാണ് ഇതെല്ലാം സിലോൺ പൊറോട്ട ചിക്കൻ സിലോൺ പൊറോട്ട ഇപ്പോൾ ചിക്കൻ കൊത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ അവരുടെ കുക്കിങ്ങും കൂടെ നമുക്ക് ഇച്ചിരി കാണാം മേക്കിംഗ് ഓഫ് ചിക്കൻ കൊത്ത് ഇതന്നെ കൊത്ത് പൊറോട്ട അത് തന്നെ ചിക്കൻ കൊത്തെന്ന് പറയുന്നത് ടൊമാറ്റോ ഇങ്ങനെ ഞെകിടിയിരിക്കുന്നു ഇങ്ങനെ കൈകൊണ്ട് ഇതാക്കി 2 ടൊമാറ്റോ പിന്നെ കുറച്ച് സവാള കൊത്തിയത് പിന്നെന്താ കുറേ കറിവേപ്പില ഇടും കുറേ ഓയിൽ ഒഴിക്കുന്നു തവയിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് ഇതൊരു മിക്സ്ഡ് മസാലയാണ് ഇതിൽ എണ്ണ ഇരിക്കേ ചിക്കൻ കുഴമ്പ് തൂൾ മസാല തൂൾ മട്ടൻ തൂൾ ഓ മിക്സിങ് ഓക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന മസാലയാണത് അതായത് ചിക്കൻ മസാല മട്ടൻ മസാല എല്ലാത്തിനും കൂടെ ഒരു മിക്സാണ് അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി ഒരു 4 മുട്ട ചേർക്കുന്നു ഇത് എത്ര പോർഷനൊക്കെ 2 പോർഷൻ ഓക്കെ 2 പേർക്കുള്ളതാണ് 2 പോർഷൻ 4 മുട്ട ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് യെസ് ഇനി പൊറോട്ട പീസസ് 6 പൊറോട്ടാസിനെ ഇങ്ങനെ പിച്ച് ഇങ്ങനെ സിസ്റ്റർ കൊത്ത് ചിക്കൻ ഗ്രേവി ഓക്കെ കുറേ ചിക്കൻ്റെ ഗ്രേവി ഒഴിക്കുന്നു ഗ്രേവി ഇതെല്ലാം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ മാറ്റി വയ്ക്കുന്ന ഗ്രേവിയാണ് കുറേ ചിക്കൻ പീസസ് ഇത് ഗ്രിൽഡ് ചിക്കൻ റോസ്റ്റ് അല്ലേ ചിക്കൻ ഫ്രൈ ചെയ്ത് തന്നെ ഇങ്ങനെ പിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് കൂടുതലിടും എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു കൊത്താണ് ഓ സൂപ്പർ റിച്ചാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ചേർത്തു ചിക്കൻ കൊത്ത് ഗെറ്റിംഗ് റെഡി നല്ല എക്സ്പേർട്ടാണ് എന്നാ പേരെന്ത് ടോം അബു അത്യാവശ്യം നല്ല കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് സോഫ്റ്റ്
കൊത്തുക്ക് എന്നാ വില? Plate 300. ഓക്കെ ഓക്കെ, ഒരു പ്ലേറ്റ് 300 രൂപയാണ്. പക്ഷെ നിറച്ചുണ്ട്. അവസാനം കുരുമുളക് പൊടിയും കൂടി ചേർത്ത്. ഓക്കെ, ഇതാ സെർവിങ് ഒരു പോർഷൻ എടുക്കുന്നു. ഒരു പാത്രത്തിൽ നേരെ പകുതി എടുത്തു കേട്ടോ, നിറയെ എടുത്തു. അതാണ് ഒരു പോർഷൻ. സിലോൺ പൊറോട്ടയുടെ പരിപാടിയാണ്. ആദ്യം സവാള, കറിവേപ്പില, ടൊമാറ്റോ ഇങ്ങനെ അതിനെങ്ങനെ കൈ കൊണ്ട് തന്നെ ഉടച്ചിടും. ഫ്രഷ്. പിന്നെ ഒരു മുട്ട. ഇനി ഇവരുടെ തന്നെ സ്പെഷ്യൽ മസാല. കുറച്ച് ഉപ്പ് വേണ്ടേ? ഓക്കെ. കുറച്ച് ചിക്കൻ്റെ ഗ്രേവി. ഓ, ചിക്കൻ ഫ്രൈ ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കുറച്ചെടുക്കുന്നു. യെസ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി പൊറോട്ട അല്ലേ? ഓക്കെ. അപ്പോൾ ഫില്ലിങ്ങിനുള്ള മിക്സ് റെഡി. സിലോൺ പൊറോട്ടയുടെ ഫില്ലിങ് റെഡി. ഇനി പൊറോട്ട ഉണ്ടാക്കാൻ പോണു. ഈ പൊറോട്ട പുള്ളി സെറ്റ് ചെയ്യണേ. അടുത്ത് സിലോൺ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊറോട്ട. ഇനി അടി പൊറോട്ട അരീസ് വീശി തറി. വീശി വീശി. കറക്റ്റ്. പിന്നെ അവിടെ നിന്നാണ് ബാക്കി ഫില്ല് ചെയ്യുന്നത്. ഈ പൊറോട്ടയുടെ വീശിയ പൊറോട്ട അതെ കല്ലിലേക്ക് ഇടുന്നു. അതിനകത്തേക്ക് ഫില്ലിങ് ഒഴിക്കും. ഓ മൈ ഗോഡ്, എന്തോരം ഉണ്ടെന്ന് നോക്കും. ഇത്രയും ഫില്ലിങ്ങാണ്. കുറച്ച് പെപ്പർ പൗഡറും കൂടി ലാസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫുൾ കവർ. ഇനി രണ്ട് സൈഡ് ഇത്രയാണ്. രണ്ട് സൈഡിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് മൊരിച്ചെടുക്കും. വാവ്. ഇതാണ് ഉണ്ടാക്കുന്നത് സിലോൺ പൊറോട്ട. ഓക്കെ. പുള്ളി ഡിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു ഓർഡർ വരുന്നു ഓംലെറ്റിൻ്റെ. അത് ഉണ്ടാക്കുന്നു. എൻ്റെ ഊര് തമിഴ്നാട് തന്നെ? ഇവിടെ തന്നെ മധുരൈ. വെരി സ്മാർട്ട്. നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആ ഓംലെറ്റ് മിക്സ് ചെയ്ത് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് അവർ ഓംലെറ്റ് ചെയ്തത്. ഇനി അത് തിരിച്ചിടും. യെസ്. രണ്ട് സൈഡും മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പീസസ് ആയിട്ട് കട്ട് ചെയ്യും അല്ലേ? മൊരിച്ചിട്ട് സ്ക്വയർ ആക്കിയിട്ട് പ്ലേറ്റിലാക്കി കൊടുക്കും. 5 or 6 പീസസ് ആയിട്ട് കട്ട് ചെയ്യും. ഇത് നോക്കിയാൽ ഓംലെറ്റിനകത്തും പൊടി ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അവരുടെ സ്പെഷ്യൽ മസാലപ്പൊടി. ഇവരുടെ തന്നെ ഒറിജിനൽ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് മസാല വരുന്നത്. അതൊരു മിക്സ് ചെയ്ത് വരുന്നത്. അതാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഓൾ മസാല. ഓംലെറ്റ് റെഡി. അത് ഓർഡറാണ്. ഓംലെറ്റ് വരുന്നു. കൊടുത്തു കഴിഞ്ഞു. എത്ര ടൈം ഇവിടെ ജോലി? അത് തന്നെ. എല്ലാ ദിവസവും എത്ര മണിക്ക് ഇവിടെ വരും? 10 o'clock to ഈവനിങ് 10 o'clock. നൈറ്റ് 10 എല്ലാ ദിവസവും 10 to 10 ആണ് പുള്ളിയുടെ ജോലി സമയം. റെഡി ആയി കഴിഞ്ഞു. അതെ നോക്കൂ. അതിങ്ങനെയാണ് അവർ കട്ട് ചെയ്യുന്നത്. കുറച്ച് ടാസ്ക്കാണ്. കാര്യം അത്ര ഫില്ലിങ് ഉണ്ടാകത്ത. ഓക്കെ, മതി 4 പീസ് മതി. യെസ്. ഓക്കെ, താങ്ക് യു. ക്രിസ്പി ആക്കി. ഇനി അത് ഒന്നുകൂടെ ക്രിസ്പി ആക്കും. തിരിച്ചും കൂടെ ഇട്ടിട്ട് അത് നല്ല കരികരിപ്പ്, വെളിയിൽ നിന്നൊരു കരികരിപ്പ് വേണമല്ലോ. സിലോൺ പൊറോട്ട ഇസ് റെഡി. യെസ്. ഓക്കെ. സ്റ്റഫ്ഡ്, നോട്ട് സിലോൺ പൊറോട്ട. ചിക്കൻ സിലോൺ സ്റ്റഫ്ഡ് പൊറോട്ട. താങ്ക് യു. ഇവിടുത്തെ കിച്ചണിൽ എല്ലാ ടൈപ്പ് കുക്കിങ്ങും ഉണ്ട്. ഇത് നല്ല ട്രഡീഷണൽ കാര്യങ്ങളുണ്ട്. ഇവിടെ ചൈനീസ് പേരെന്നാ? മുരുകാനന്ദം. നല്ല ചൈനീസ്. അപ്പോൾ ഒരു ഗാർലിക് ചിക്കൻ കാണിക്കാതെ പറഞ്ഞു. ഓക്കെ. ചൈനീസ് എന്ന് പറഞ്ഞാൽ വോക്കിലാണ്. വോക്ക് എല്ലാം ചെയ്യും അല്ലേ? ഗ്രില്ല്, തന്തൂരി, ചൈനീസ്. എക്സ്പെർട്ട്. ഞാൻ കൈ വെച്ചിട്ടാണ് ചതയ്ക്കുന്നത്. ഓക്കെ. ക്രഷിങ് ഗാർലിക്. അപ്പോൾ ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കാൻ. പിന്നെ തീ അകത്ത് കയറ്റി കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
ആ സ്മോക്ക് മണം കിട്ടാനായിട്ട്. ഓയിലിട്ട് പുള്ളിയുടെ ആ ഒരു സ്കില്ല് നോക്കിയേ. അപ്പോൾ അതൊരു സ്മോക്ക് മണം വരും. ഓഹോ, യെസ് 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 യെസ്. വെള്ളവും തീയും. അടിപൊളി. പിന്നെ അവസാനം എണ്ണ ഒഴിച്ചു. ഗാർലിക്ക് ചോപ്പ് ചെയ്തത്, നീളത്തിനരിഞ്ഞത്, സവാള ചോപ്പ് ചെയ്തത്, കസൂരി മേത്തി. ഓക്കെ, കസൂരി മേത്തി ആദ്യമേ ചേർക്കുന്നു. ഫ്രൈഡ് ചിക്കൻ, നല്ല ഹൈ ഫ്ലെയിം. ഇനി തീ കുറച്ചു. ഓയിൽ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, chili powder, pepper powder, yes, chicken masala powder, okay, chicken masala powder, pepper powder, മുളക് പൊടി, 3 കാര്യങ്ങൾ ചേർത്ത് കുറച്ച് ഇച്ചിരി ഉപ്പ് എല്ലാം കുറച്ച് ടേസ്റ്റ് മേക്കർ. ചിക്കൻ ഗ്രേവി ഒഴിക്കും അല്ലേ? കുറച്ച് ചിക്കൻ്റെ ഗ്രേവി കൂടെ ഒഴിക്കും. മിനി തീ കൂട്ടി കൊടുക്കണം വീണ്ടും. ഒരു സ്പെഷ്യൽ ടൈപ്പാണ് ഇത്. ചൈനീസ് സ്റ്റൈലല്ല, ഇന്ത്യൻ സ്റ്റൈൽ. അത് വേറെ. ഇതാണെങ്കിൽ ഇന്ത്യൻ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു സ്റ്റൈലാണ്. ഒരു സ്മോക്ക് എന്നാ ചൈനീസ് വേണ്ട, ഇത് മതി. ഇത് തന്നെ ചെയ്യണം. എപ്പോഴും ചെയ്താൽ എപ്പോഴും ചെയ്യോ അപ്പടി തന്നെ ചെയ്യോ. ഓക്കെ, കുറച്ച് ഓയിലും കൂടി ഒഴിക്കുന്നു. പുള്ളിയുടെ ഗാർലിക് ചിക്കൻ ഇസ് ഗെറ്റിംഗ് റെഡി. ഒരു സ്മോക്ക്ഡ് ഫ്ലേവറൊക്കെ കൊടുത്തല്ലോ, അപ്പോൾ ഒരു തന്തൂരി മണമൊക്കെ കിട്ടും. ഗ്രിൽഡിൻ്റെ എല്ലാം പൊറോട്ട ഇതിൻ്റെ കൂടെ കഴിക്കാനാണ്. ദോശയാ? ദോശയ്ക്ക് കഴിക്കാതാണ്. റോട്ടിയാണ് ബെസ്റ്റ്. നാൻ റോട്ടി ആയി റെഡി. യെസ്, പ്ലേറ്റിലേക്ക് മാറ്റും, പാത്രത്തിലേക്ക്. This is the garlic chicken, North Indian style. കുറച്ച് മല്ലിയില ഡെക്കറേഷൻ. പക്ക അടിപൊളി. സാമ്പിൾ കഴിക്കാം. ഞാൻ എൻ്റെ വയറ് ഫുള്ള് സാമ്പിൾ കഴിച്ചേ പറ്റൂ. ഓക്കെ, എല്ലാം പാർസൽ ചെയ്ത് നമ്മുടെ കൃഷ്ണന് കൊടുത്തു വിടുകയാണ്. അപ്പോൾ ഞങ്ങൾ പോവല്ലേ, ലൈറ്റ് ടേസ്റ്റ് ചെയ്യാം. താങ്ക് യു. കണ്ടിട്ടോ, ഭയങ്കര രസമുണ്ട്. ആ ഉണ്ടാക്കിയ സ്പീഡ് നിങ്ങൾ കണ്ടല്ലോ. നോർമൽ സ്പെഷ്യൽ വരികയാണെങ്കിൽ ആണിയൻ, ടൊമാറ്റോ എല്ലാം ചേർക്കും. എക്സ്ട്രാ മുന്തിരി, കാഷ്യൂനട്ട് പേസ്റ്റ് അതെല്ലാം ചേർക്കും. സ്പെഷ്യൽ. ഇത് നോർമൽ ഗാർലിക് ചിക്കൻ. താങ്ക് യു. വെൽക്കം. ഒരു വീഡിയോയും കൂടെ കൊണ്ടുപോകുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ കനക മെസ്സിൽ പോകാൻ സമയമാണ്. എത്രയായി? 1170. എവിടെയാ? ഓക്കെ, കനക മെസ്സിലൊന്നും പോകട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മധുരയിൽ വന്നാൽ ഭക്ഷണം ഫുഡ് ടൂർ തന്നെ ഭയങ്കരമാണ് കേട്ടോ. ഇത് കുറച്ച് ലെങ്തി ആയി തോന്നുന്നു വീഡിയോ, കുറച്ച് മേക്കിംഗ് എല്ലാം കണ്ടില്ലേ. അപ്പോൾ എന്തായാലും വരാൻ പറ്റിയ സ്ഥലമാണ്. 23 കിലോമീറ്റേഴ്സ് ഇങ്ങോട്ട് വരണം, അത്രേ ഉള്ളൂ. വന്നാൽ വെറൈറ്റീസ് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇതിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ തീരുന്നില്ല മധുര വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ